നമസ്കാരം മക്കളെ, ഇത് ഉപ്പടം. വളരെയേറെ പ്രചാരത്തിലുള്ളൊരു പഴയകാല രുചിക്കൂട്ടാണ്. ഒരു തവണ ഇതേ രീതിയിൽ വെച്ച് നോക്കണം കേട്ടോ, എങ്കിലേ ഇതിൻ്റെ രുചി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ. ഇതിന് തേങ്ങായി ഒന്നും ചേർക്കില്ല. ഇത് തയ്യാറാക്കാനായിട്ട് വെണ്ടയ്ക്ക, വഴുതനങ്ങ, മണിത്തക്കാളി, അതുപോലെ ചുണ്ടയ്ക്ക എന്നിവ വെച്ചൊക്കെ ഇത് തയ്യാറാക്കാം കേട്ടോ. അപ്പം മാംസാഹാരം കഴിക്കാത്ത ആൾക്കാർക്ക് വളരെയേറെ ഉള്ള രുചികരമായിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ രുചി കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഒരു മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ തൈരോ മാത്രം മതി. ഇത് കൂട്ടി ചോറ് കഴിക്കണം, വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കണമെങ്കിൽ ഇതിൻ്റെ രുചി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പം ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് വഴുതനങ്ങയാണ്. അപ്പോൾ ഇത്രയും വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. 3 വഴുതനങ്ങയുണ്ട്. പക്ഷേ ഇത് ഞാൻ 2 എടുക്കുകയുള്ളൂ കേട്ടോ, നമുക്ക് അത്രയും മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ ഇനിയും വേണ്ടത് നമുക്ക് അരിയാണ്. പ്രധാനമായിട്ടും അരിയാണ് ഇതിൻ്റെ ഈ കറി കുറുകാനായിട്ടും ടേസ്റ്റിനും ഒക്കെ ഉപയോഗിക്കുന്നത്. മട്ട റൈസ് ആണ് എടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് നമ്മൾ ചരടമുളകാണ് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ എരിവ് മതി കേട്ടോ, നമ്മൾ എരിവ് കൂടി ഒന്നും ഉപയോഗിക്കില്ല. അപ്പം ഇതിനകത്ത് ചേർക്കാൻ ഇനിയും 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളകും എരിവിനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് പിന്നെ ചേർക്കുന്ന നമ്മൾ ശർക്കരയാണ് കേട്ടോ. ഒരു നാരങ്ങ വലുപ്പത്തിൽ എരിവും പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം പിന്നെ ഇതിന് പ്രധാനമായിട്ടും വേണ്ടുന്നത് പുളിയാണ്, പിഴുപുളി. ഈ പിഴുപുളിക്കകത്താണ് കിടന്നത് നമ്മുടെ ഈ കൂട്ട് വേവേണ്ടത്. നമ്മുടെ മുളക് വറുത്ത പുളി പോലെ ഉള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ലൂസാക്കി വെള്ളം ഒഴിച്ച് ലൂസാക്കി വെക്കാം. കറി തയ്യാറാക്കാൻ നേരം ആകുമ്പോഴത്തേക്കും ഇതെല്ലാം ലൂസ്, ഇതിൻ്റെ പുളിയെല്ലാം ഇറങ്ങി വന്നിരിക്കും. അപ്പം നമുക്കിത് ലൂസാക്കി ഇവിടെ മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മളുടെ വഴുതനങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി എല്ലാം വൃത്തിയാക്കി എടുത്താൽ കേട്ടോ. അപ്പോൾ ഇത് 4ആയിട്ട് ഇങ്ങനെ പിളർന്നിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് സ്ലൈസസ് ആയിട്ട്, അധികം സ്ലൈസ് ആക്കണ്ട, നമ്മളിത് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇതേ രീതിയിൽ സ്ലൈസസ് ആയിട്ട് ഇതേ രീതിയിലാണ് ഇത് അരിയേണ്ടത് കേട്ടോ. അപ്പോൾ അല്ല നീളത്തിൽ അരിഞ്ഞാൽ അരിയുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിയാം. ഞാനിങ്ങനെയാണ് രണ്ടും നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വെക്കുന്നുണ്ട്. ഇതിനകത്തൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. ഉപ്പ് ചേർത്ത് അധികം നേരം വെക്കുകയും ചെയ്ത് വെച്ചിരുന്നാൽ ഈ ഉപ്പ് അലുത്ത് വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് വഴറ്റേണ്ടതാണല്ലോ. അങ്ങനെ നമ്മൾ ഉപ്പും ചേർത്ത് വെക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിനകത്ത് ചേർക്കാനുള്ള 4 പച്ചമുളകും നമ്മൾ എരിവിനായിട്ടുള്ളതാണ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്കിനി ചട്ടി അടുപ്പിൽ വെച്ച്, പുതിയ ചട്ടിയായതുകൊണ്ട് അങ്ങനെ എണ്ണ കലിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ അരി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അരി ഒരു പകുതി 1/4 ഭാഗം വറന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സമയത്ത് പുക വരുന്നുണ്ട്, ഈ പുതിയ ചട്ടിയായതുകൊണ്ട് കേട്ടോ. നമ്മൾ മുളകും ഇട്ട് കൊടുത്ത് 1/4 ഭാഗം മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഉലുവായും നമ്മുടെ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2ഉം 4ഉം കൂടെ കൈവിടാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു സൈഡ് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ നമ്മൾ കൈവിട്ടാൽ. അപ്പോൾ നമ്മുടെ ഏതാണ്ട് അരിയെല്ലാം കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. മുളകും അതുപോലെ തന്നെ നമുക്കിനി വിസ്താരമുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ചൂടൊന്ന് മാറാനായിട്ട് വെക്കാം. തണുത്തങ്ങ് പോകണ്ട. അപ്പോൾ ഇങ്ങനെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ ചൂടായി ചട്ടിയിലേക്ക് തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ വഴുതനങ്ങ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റി മൂപ്പിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഉപ്പ് പുരട്ടി വെച്ചിരുന്ന വഴുതനങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് വഴറ്റി എടുക്കാം. പകുതി 1/4 ഭാഗത്തോളം വഴന്ന് വെന്താൽ മതി. ബാക്കിയെല്ലാം നമുക്കിനി പുളിവെള്ളത്തിൽ കിടന്ന് വേവാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വഴറ്റുന്ന നേരത്തിന് നമ്മുടെ മുളകും അരിയൊക്കെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പൊടിച്ചെടുക്കാം. തരിതരിപ്പോടുകൂടി പൊടിക്കണം. അധികം അങ്ങ് അരഞ്ഞു കൊണ്ട് അധികം തരിയും ആകണ്ട കേട്ടോ. അപ്പോൾ അധികം തരിയില്ലാത്ത രീതിയിൽ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ കറി തയ്യാറാക്കുന്ന ആ സമയത്ത് ഒഴിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് ലൂസാക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ കറിയിൽ ഒഴിക്കുമ്പോൾ ഇത് ഉണ്ട കെട്ടിയിരിക്കും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കി കുറുക്ക് രൂപത്തിലാക്കി വെക്കാം. ഇപ്പോൾ തന്നെ നല്ല മണമാണ്. ഈ അരിയുടെ ആ ഉലുവയുടെ ഒക്കെ മണം അടിക്കുമ്പോൾ തന്നെ എന്തോ ഒരു സുഖമാണെന്ന് പറയും. മൂക്കിന് തന്നെ നല്ല ഒരു ടേസ്റ്റുള്ളൊരു കറിയാണിത് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കണം മക്കളെ. ഇത് ചെയ്തിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ രുചി കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അധികം സ്പൈസസ് ഇല്ല. അപ്പം അതുപോലെ തന്നെ അധികം വെളിച്ചെണ്ണയും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കി നമുക്കിവിടെ മാറ്റി വെക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ വഴുതനങ്ങയെല്ലാം വേണ്ട ഒരു അരമുക്കാൽ ഭാഗത്തോളം മൂത്ത് വെന്തിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം കേട്ടോ. ഇനി നമുക്ക് പുളിവെള്ളത്തിൽ കിടന്ന് വേവാനുള്ളതാണിത്. അപ്പം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകും കൂടി ഇതിനകത്തിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകൊക്കെ ഞെരടി ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളക്, നമ്മുടെ വറ്റൽമുളക്, കുരുമുളക് ഇത്രയാണ് ഇതിന് എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ചട്ടിയിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ പുളിവെള്ളത്തിലാണ് നമ്മളുടെ വഴുതനങ്ങ വെന്ത് വരേണ്ടത്, പുളി പിടിച്ച്. അപ്പം നമ്മുടെ ആവശ്യത്തിന് പുളി ചേർക്കാം. നമുക്ക് പുളി കൂടുതൽ വേണ്ടുന്നവർക്ക് പുളി കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും പുളി മതി, അധികം പുളി വേണ്ട. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ വഴുതനങ്ങയ്ക്കകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിനകത്ത് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കും. അപ്പം വഴുതനങ്ങ നമ്മുടെ ഈ പുളിക്കകത്താണ് കിടന്ന് വേവുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മുളക് വറുത്ത പുളി, അതിൻ്റെ രുചി എൻ്റെ വായിൽ നിന്നും പോവില്ല. അതേ ഒരു ടേസ്റ്റ് ആണ് നമുക്ക് ഈ കറിയും കേട്ടോ. അതേ രീതിയിൽ പുളിവെള്ളത്തിലാണ് നമ്മുടെ ഈ വഴുതനങ്ങ വേവ്. നമുക്ക് അടച്ച് വെച്ചൊന്ന് കൂട്ടി വേവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വഴുതനങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിതിൻ്റെ അരപ്പ് ചേർക്കുന്നത്. അതായത് നമ്മുടെ അരിയും മുളകും ഉലുവായും കുരുമുളകും എല്ലാം കൂടെ അരച്ച് കുതിർത്ത് വെച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും അങ്ങ് ചേർത്ത് കൊണ്ട് ഈ പാത്രവും കഴുകി നമ്മൾ ഒഴിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതങ്ങ് കുറുകും, അരിയല്ലേ, കുറുകുന്ന ഒരു സ്വഭാവമുള്ളതാണല്ലോ. ഈ സമയത്ത് നമ്മളിതിനകത്ത് ശർക്കരയും കൊടുക്കും. എരിവും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ആവശ്യത്തിന് ശർക്കര ചേർക്കാൻ. നമുക്കിപ്പം ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ചേർത്തുള്ളൂ, നമ്മുടെ ആവശ്യത്തിന് ചേർക്കും കേട്ടോ. ശർക്കരയും ചേർത്ത് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചൊന്ന് വെച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അടച്ച് കുറുകി വന്നു. നമ്മളാണ്ട് ഇതേ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി അരി ആയതുകൊണ്ട് വീണ്ടും ഇത് തണുക്കാൻ മാറ്റി വെക്കുമ്പോൾ വീണ്ടും കുറുകും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഉപ്പുമൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഉണ്ട്, എല്ലാം ചേർത്ത് നമുക്കിനി ഇറക്കി വെക്കാം. ഇറക്കി വെച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് കുറുകും. നമുക്കിനി ഇത് താളിപ്പിനായിട്ട് എടുക്കാം. താളിപ്പിനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ചു. 2 ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ആകെ 4 ടീസ്പൂണാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് മൂത്തതിന് ശേഷം ഒന്ന് കൂട്ടി ഇളക്കി മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിയിലേക്ക് ഒഴിക്കാൻ നേരത്തെ നമ്മുടെ കറി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇത് കൂട്ടി യോജിപ്പിക്കാം. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക, ഈ മൺചട്ടി ആയതുകൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചൂട് ഇപ്പോൾ ഗ്യാസ് ഓഫാക്കിയിരിക്കും, എപ്പോഴും നമ്മുടെ തിളം മാറിയിട്ടില്ല, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ കറി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡിയായി, ഉപ്പടം ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ പഴയതുപോലെ അമ്മയെ സപ്പോർട്ട് ചെയ്യണം. ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം കേട്ടോ, ഒറ്റ തവണയെങ്കിലും ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേറെ കടയിലൊന്നും പോയി സാധനമൊന്നും വാങ്ങിക്കണ്ട. അപ്പം എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ്, ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും ചെയ്ത് ഓളെന്ന ഓപ്ഷനും ഹൈപ്പും ചെയ്ത് അമ്മയെ സഹായിക്കുക. അപ്പോൾ കണ്ടില്ലേ ഈ രുചികരമായിട്ടുള്ള കറി. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.